നമ്മൾ ഇപ്പം ഈ മലവേപ്പിൻ്റെ തൈകളുടെ കൂടെ ഇപ്പം 8 മാസം 7 മുതൽ 8 മാസമായ തൈകൾ ഇപ്പോൾ എല്ലാ മലവേപ്പിലും നമ്മൾ കുരുമുളക് നട്ടിട്ടുണ്ട്. ഈ കുരുമുളകിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഗ്ലെറിസീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ശീമക്കൊന്നയുടെ തൈ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മത്തൻ്റെ നമ്മളൊരു പാകി മുളപ്പിച്ച തൈകളാണ്. അതും ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലെറിസീഡിയ നമ്മൾ 2 മരങ്ങളുടെ ഇടയിൽ ഓരോ സെറ്റായിട്ട് ഗ്ലെറിസീഡിയ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടാൽ മനസ്സിലാവും അത് അങ്ങേറ്റം വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലെറിസീഡിയയുടെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്ലെറിസീഡിയ ഭയങ്കരമായിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അപ്പം ഈ നൈട്രജൻ ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടയിൽ 2 മരങ്ങളുടെ ഇടയിൽ നമുക്ക് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിന്ന് ഉള്ള വളങ്ങളെ ഈ ഗ്ലെറിസീഡിയ വലിച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ ഇലയും കൊമ്പും ഇതിൻ്റെ മൂട്ടിലേക്ക് നമ്മൾ വെട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വളമായിട്ട് ബെനിഫിഷ്യൽ വളമായിട്ട് വരും. കാരണം ഭയങ്കര നൈട്രജൻ കണ്ടൻ്റാണ് ഇതിൻ്റെ ഇലയിലേക്ക്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇനിയിപ്പം എനിക്ക് വിത്തുകൾ കിട്ടിയില്ല, കിട്ടുന്നതനുസരിച്ച് ഞാനിപ്പോൾ ഇനി ഇതിൻ്റെ നടുക്ക് ഒരു 2 വരിയായിട്ട് സെൻട്രലിൽ 2 സൈഡിലേക്കും ചെരിയത്തക്ക രീതിയിൽ ഞാൻ ഗ്ലെറിസീഡിയ നടും. ഗ്ലെറിസീഡിയ നടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഒരു ലാർജ് സ്കെയിലിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 2 മാസത്തെ ഒരിക്കൽ പ്രൂൺ ചെയ്തിടാമെങ്കിൽ മറ്റ് വളങ്ങളൊന്നും വലുതായിട്ട് വേണ്ടി വരില്ല. അത്രയും ബെനിഫിറ്റ് അതിൽ കിട്ടും അത്.